ഹലോ ഹായ്. അപ്പോൾ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 88ാമത്തെ ഡേ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചത് നിങ്ങളൊക്കെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷമേ നിങ്ങളൊക്കെ ഇതൊക്കെ കാണത്തുള്ളൂ. ഇനി അടുത്തോട്ടോ. അപ്പോൾ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ പരിപാടി? ഒത്തിരി പേര് ചോദിക്കുന്ന സംഭവമാണ്, ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്, അത് എടുക്കണത്, അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ആ സംഭവം നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് ബോറടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാത്രി ഇപ്പോൾ ടൈം ഒരു 8:45 ആയിട്ടുണ്ട്. 10 മിനിറ്റൂടെ കഴിയുമ്പോൾ നമ്മുടെ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വരും. അപ്പം ഞാൻ ഈ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഈ വീഡിയോ ഇപ്പം ഞാൻ പബ്ലിഷ് ആക്കിയിട്ടേ ഉള്ളൂ. ഞാൻ ലാപ്പിൽ ഇത്ര നേരം ഞാൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടായിരുന്നു ഇരുന്നത്. ഇപ്പോഴീ ലാപ്പിൽ ഞാൻ ഓഫാക്കി വെച്ചു സ്പോൺസർ ടാസ്ക് വന്ന സമയത്ത്. അപ്പം ഫുൾ ടൈം ഇവിടെ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഞാൻ രാവിലെ ഒരു കോസ്റ്റ്യൂം എടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വന്ന് ഇവിടെ ഇരിപ്പാണ്. പിന്നെ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ മെയിനായിട്ട് ഉണ്ടാവുള്ള ഒന്നാമത്തെ സാധനം ഈ ക്യാമറയാണ്. ഈ ക്യാമറ ഇവിടെ കാണും. ആ ക്യാമറയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് തുടങ്ങി കഴിയുമ്പോൾ തലവേദനയാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി 2-3 മണി വരെ അവർ കിടക്കുമ്പോഴാണ് ഞാനും പോയി കിടക്കുന്നത്. ഇതിനകത്ത് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സാധനങ്ങൾ. എൻ്റെ റൂമാണിത്. സത്യം പറഞ്ഞാൽ ഇത് റൂമാണ്. ഈ റൂമിനെ ഞാൻ സ്റ്റുഡിയോ ആക്കി മാറ്റിയിട്ട് ഇത് എൻ്റെ ബെഡാണിത്. ഈ ബെഡ് വരെ ഞാനെടുത്ത് ചരിച്ച് എൻ്റെ കട്ടിലാണ് ഞാൻ ഈ ചരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ മുഴുവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് ഈ റൂം ഞാൻ മൊത്തം എന്താ കണ്ടത് സ്റ്റുഡിയോ ആയിട്ട് മാറ്റുന്നത്. ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സാധനങ്ങളാണ്. വീഡിയോയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണുന്ന സംഭവമാണ് ഈ ഇരിക്കുന്ന ഇതെല്ലാം. ഓണാക്കുമ്പോഴെല്ലാം കണ്ടില്ലേ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആ വീഡിയോ ചെയ്യണത്. ഇവിടെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യും. ഇത് നമ്മുടെ എന്താ പറയുക ബിഗ് ബോസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതുന്ന രജിസ്റ്റർ. പിന്നെ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ഞാൻ ചെയ്യും. ഇത് നിങ്ങൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ട്. പിന്നെന്താ അങ്ങനെ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എല്ലാ ഡേയും ഇവിടെയുള്ള പരിപാടി. രാവിലെ വന്ന് ഈ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ രാത്രി ഇറങ്ങുന്നത് വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലവേദനയാണ്. ഇനി എന്തൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ടേബിളിലുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ നോക്കാം. അങ്ങോട്ട് പോവാം. ഓക്കെ. ഇവിടെ മെയിൻലി ഇവിടെ ഉള്ള 2-3 സാധനങ്ങളാണ്. ഒന്നിതാ അതിൻ്റെ ചീപ്പ് കാണും. മുടി വീഡിയോ എടുക്കാൻ നേരത്തുനിന്ന് വീഡിയോ നേരെയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഫോണ് ഫുൾ ടൈം ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടിരിക്കും. എന്നാൽ മാത്രമേ ഇതിനകത്ത് വീഡിയോസ് എഡിറ്റ് ചെയ്ത് SD എടുത്ത് അതിൽ കുത്തി എഡിറ്റ് ചെയ്തൊക്കെ വരാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഫുൾ ടൈം ലാപ്പ് ഓൺ ആയിരിക്കും. ലാപ്പ് ഓൺ, അതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഫോണിൻ്റെ ചാർജറോടെ ഉണ്ടാവും. TV ഫുൾ ടൈം നമുക്ക് ലാപ്പിൽ കാണാൻ പറ്റത്തില്ല. എപ്പോഴും ലാപ്പിൽ കാണാൻ പറ്റത്തില്ല. ലാപ്പ് ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ലാപ്പിൽ കാണുന്നത്. രാവിലെ മുതൽ ഉച്ച വരെ TV കാണും. ഇടയ്ക്ക് വെച്ച് ഫുഡ് കഴിക്കാൻ ഞാൻ താഴത്തെ നിലയിലാണ് പോകുന്നത്. ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ഫോണിൽ കാണും. പിന്നെ ഈ ടേബിളിൽ 1-2 പേനകൾ കാണും. പിന്നെ ഇത് ബിഗ് ബോസിൻ്റെ വർക്ക് എല്ലാ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന രജിസ്റ്ററാണ്. ഇത് കണ്ടോ, ബിഗ് ബോസിൻ്റെ രജിസ്റ്ററാണ്. ബിഗ് ബോസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഒരാൾ ഏത് ഡേ ആണ് കയറിയത്, എൻട്രി, പിന്നെ നമ്മുടെ റിവ്യൂ ഒക്കെ. ഒരു രജിസ്റ്റർ തീർന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട്. പിന്നെ പിന്നെ ഇവിടെ ഈ ടേബിളിൽ വരുന്ന സാധനം ജസ്റ്റ് മേക്കപ്പിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് പൊട്ടി അടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. പിന്നെ ഈ ലെവല് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എൻ്റെ ഇത്രയല്ലേ കാണത്തുള്ളൂ. എൻ്റെ ഫുൾ ലുക്ക് ഇതാണ്. ഞാനിവിടെ താഴോട്ട് ഷോർട്സും ബാക്കി മുകളിൽ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും ആ ലെവലിലാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യണത്. ഇവിടെ ഇരിക്കാം. ഇനി ഇവിടെ ഇരുന്ന് കുറച്ച് പറയാം. വീഡിയോ അപ്പുറത്ത് വരുമോ? അപ്പുറത്ത് വരാം. അവിടെ കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, കണ്ടോ? ഈ സ്റ്റാൻഡിൽ വീഡിയോ വെച്ചിട്ട് നമ്മുടെ ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇനി ഇവിടെ വന്നിരിക്കും. ഞാൻ ലൈറ്റ് ഇടാം. അപ്പോൾ നോർമൽ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ടാണ്, ഇങ്ങനെ ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് എല്ലാ ദിവസവും ഞാൻ വന്നിട്ട് ഇങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോഴും എൻ്റെ മടിയിൽ താഴോട്ട് കൊണ്ടുവന്നേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴേക്ക് നോക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ കയ്യിൽ വെച്ചേക്കും. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൽ നോക്കിയിട്ടായിരിക്കും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനൊരു ചീപ്പ് എപ്പോഴും വെച്ചിരിക്കും. ഈ ചീപ്പ് വെച്ച് മുടി ഇങ്ങനെ പോകും. എന്നിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഇടയിൽ. എൻ്റെ മുടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. മുടിക്കകത്ത് ഞാൻ ബോ വെച്ച് അഡ്ജസ്റ്റ് വെച്ചാൽ എൻ്റെ മുടി ഇളക്കി കഴിഞ്ഞാൽ ഈ പച്ചാളം പാസി ഉണ്ടല്ലോ, അത് കണക്ക് 2 വർഷത്തേക്ക് തിരിഞ്ഞ് കിടക്കും. മുടി കുറേ നാൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടൊക്കെ വീഡിയോ ആയിട്ടുണ്ട്. പിന്നെ പറ്റാതെ തന്നെ മുടി എന്തായാലും എന്നെ കൊണ്ട് വെട്ടണം എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്താത്തതുകൊണ്ട് ഇങ്ങനെ ബോ ഇങ്ങനെ വെക്കുന്നു. അങ്ങ് പിറകു വരെ
ഇങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഒരു നോർമൽ ലെവൽ വരും. അല്ലാതെ മേക്കപ്പിന് വേണ്ടിയിട്ടൊന്നും അല്ല വെച്ചിരിക്കുന്നത്. അപ്പം ഈ സംഭവങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ ഒന്ന് ഒരു ഡേ കാണിക്കണമെന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബിഗ് ബോസിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓരോ ദിവസം ഞാൻ ഒറ്റയ്ക്ക് അതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സിസ്റ്റർ ഞാൻ ഒറ്റയ്ക്കാണ് ഈ വർക്കുകൾ മുഴുവൻ ചെയ്യുന്നത്. വീഡിയോ എടുക്കുക, എന്നിട്ട് SD ഊരി ലാപ്പിലിടുക, അതിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈവ് കണ്ടിട്ട് അത് വന്നിട്ട് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ലൈവ് കാണുന്നു, അതിനുശേഷം ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഈ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് കൂടി ഒന്ന് പറയാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കണമെന്ന് കരുതിയല്ല. ഇത് ഞാൻ ഇവിടെ വെച്ചത് സീസൺ 5ൻ്റെ രജിസ്റ്ററാണ്. സീസൺ 5ൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന രജിസ്റ്ററാണ് ഇത്. എല്ലാ സീസൺ 5ൻ്റെതൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സാധനങ്ങളാണിത്. ഓരോ നോമിനേഷൻ, അതിൻ്റെ കാര്യങ്ങൾ, റിവ്യൂ ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ. എൻ്റെ റൂമാണിത്. ഇനി 2-3 ദിവസം കൂടെ കഴിഞ്ഞ് ഇത് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ഇവിടെ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് എൻ്റെ റൂമിനകത്ത് അധികം സ്ഥലമില്ല. എനിക്ക് കിടക്കാൻ പോലും സ്ഥലമില്ല. ഞാൻ വേറെ റൂമുകളിലാണ് പോയി കിടക്കുന്നത്. ഈ റൂം ഫുൾ സ്റ്റുഡിയോ ആക്കി മാറ്റി. ഇനി ബിഗ് ബോസ് തീർന്നിട്ട് വേണം എനിക്കെത്തി ഇത് എല്ലാം മാറ്റാനായിട്ട്. എൻ്റെ റൂം കംപ്ലീറ്റ്ലി നിങ്ങൾ വേറൊരു വ്ളോഗിൽ കണ്ടിട്ടാണ്. ജസ്റ്റ് ഒന്ന് കറക്കി കാണിച്ചു കൊടുത്തേ. ഈ മുകളിൽ കുറച്ച് ഞാൻ ഇപ്പോൾ ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റൂം ഇത്രയും സെറ്റപ്പ് ആക്കിയത്. അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ പണ്ടത്തെ വ്ളോഗുകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇങ്ങനെ ആയിരുന്നില്ല എൻ്റെ റൂം. എൻ്റയർലി ചേഞ്ച് ആയതാണ്. കുറച്ച് സൂം ഔട്ട് ചെയ്യോ കുറച്ചുകൂടെ. അപ്പം എൻ്റയർലി ഈ പറഞ്ഞ കണക്ക് എൻ്റെ റൂം ഭയങ്കര മാറ്റമായിരുന്നു. ബിഗ് ബോസ് സീസൺ 6 തുടങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്കും ഞാൻ ഫുള്ള് റൂം ഒന്ന് സെറ്റപ്പ് ചെയ്തതാണ്. ഈ ചെയർ നമ്മുടെ സോഫയുടെ ചെയറാണ്. ആ ചെയറോട് അതാണ് എനിക്ക് ഏറ്റവും സുഖം. അതിവിടെ കൊണ്ടിട്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നടുവേദനയോ, അതാണ് ഏറ്റവും വലിയ തിങ്. നടുവേദന എടുത്ത് ഇവിടെ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം ഈ ലെവലിൽ ഇരുന്നല്ലേ റിവ്യൂ 20 മിനിറ്റ് 25 മിനിറ്റ് ഈ ലെവലിൽ ഇങ്ങനെ ഇരുന്ന് റിവ്യൂ ചെയ്യുന്നത്. ഇതൊക്കെയാണ് മക്കളെ ഇവിടുത്തെ വിശേഷങ്ങൾ. തറകളൊക്കെ ഇവിടെ അഴുക്കായിട്ട് കിടക്കണുണ്ടാവും. ഇതിനകത്ത് കയറി ഒന്നും തൂക്കാനും തുടക്കാനും ഞാൻ സമ്മതിക്കത്തില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇതിനകത്ത് ഞാൻ തൂത്തും തുടച്ച് കിടക്കുന്നത്. സാറ്റർഡേ സൺഡേ വരുമ്പോൾ മാത്രമേ ഇതെല്ലാം ഞാൻ ക്ലീൻ ആക്കാൻ സമ്മതിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്തുള്ള പേപ്പർ അവിടെ ഇവിടെ ചിലപ്പോൾ റിവ്യൂ എഴുതി എന്തെങ്കിലും സാധനങ്ങളോ കട്ട് പീസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലയിടത്തും കിടക്കും. അപ്പം അങ്ങനെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് വരാൻ വിശേഷമായിട്ടല്ലോ. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.